എന്നാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് പഠിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു വരെ പറഞ്ഞു, ഭാരതം തമസ്സുകൊണ്ട് മൂടപ്പെട്ടപ്പോൾ മുഹമ്മദീയ ദർശനത്തിന് മാത്രമാണ് ഭാരതത്തിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞത്. മഹാത്മാഗാന്ധി മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത്, മുഹമ്മദ് നബിയെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോഴാണ് മുഹമ്മദ് നബിയുടെ ആശയം ലോകത്തിന് ഏത് സന്ദർഭത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് സമൂഹത്തിലും, ഏത് സമുദായത്തിലും സൂട്ടാണ്, അല്ലെങ്കിൽ പര്യാപ്തമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളായ മാന്യ വ്യക്തികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ വലിയ സയ്യിദന്മാരോട് കൂടി ഒരുമിച്ചൂടുവാൻ തൗഫീഖ് നൽകിയതുപോലെ നമ്മളെ സ്വർഗ്ഗലോകത്ത് അവൻ ഒരുമിച്ചൂടി തെരുമാറാകട്ടെ. നിനക്ക് വഫാത്തിന്റെ ശേഷവും ഹയാത്ത് കാലത്തിലുള്ളതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ ഇടയാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് മദീന മുനവ്വറയില് ഈ ആയത്ത് എഴുതി വച്ചതിന്റെ ചുവടെ കവിത എഴുതി വച്ചിരിക്കുന്നു. അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്വാഗത പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചു. യാ ഖൈറ മൻ ദുഫിനത് بالقاع يعلمه فطاب من طيبهن القاع والأكب نفسي فداء لقبر أنت سكنه فيه العفاف وفيه الجود والكرم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതിന്റെ ശേഷം അവിടത്തോട് അഭിമുഖ സംഭാഷണം ചെയ്ത ആ കവിത ഇന്നും മദീന മുനവ്വറയില് റൗള ഷരീഫിന്റെ അടുത്ത് എഴുതപ്പെട്ടിട്ടില്ലേ? എന്താണ് അതിൽ പറയുന്നത്? ഇന്നത്തെ ആധുനികവാദികളുടെ വാദമനുസരിച്ച് ശിർക്ക് ആയി പോകേണ്ടതല്ലേ? ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ വേദന തോന്നിയത് കൊണ്ട് ഒരു വാക്ക് മാത്രം ഞാൻ പറയാണ്. ഇവിടെ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ പ്രധാന പ്രാസംഗികന്റെ CD ഇവിടെ ലോകം മുഴുക്കെ വിതരണം ചെയ്യുന്നു. അതിൽ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കേൾക്കാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹം പ്രസംഗിക്കുന്നത് പരിശുദ്ധ മക്കയിലും മദീനയിലും ഒരു കൊല്ലം 40 ലക്ഷം ജനങ്ങൾ ഹജ്ജിന് വരുന്നുവെങ്കിൽ അതിൽ ചുരുങ്ങിയത് 5 ലക്ഷം ആളുകൾ മാത്രമേ മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ബാക്കി മുഴുവനും മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുന്നത് കൊണ്ട്, സിയാറത്ത് ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോയിരിക്കുന്നു എന്ന് ഇവിടെ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന കക്ഷി പ്രസംഗിച്ചതായി CD ഉണ്ടാക്കി വിറ്റ് കാശാക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ആളുകളും സഹോദരങ്ങളും അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് അഭ്യസ്തവിദ്യരായ നേതാക്കൾ ഇവിടെയുണ്ട്. സുന്നികളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നവരെന്ന് പറയുന്ന ചിലരൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകും. സുന്നികളാണ് എല്ലാവരെയും കാഫിറാക്കുന്നത് എന്ന് പറയുന്നവരുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ കാഫറും മരപ്പറും മുക്കാപ്പറും ഒന്നും ആക്കുന്നില്ല. ഞങ്ങൾ ഒരാളെയും പുറന്തള്ളുന്നില്ല. ഇത് നിങ്ങൾ നോക്കൂ, 40 ലക്ഷം ജനങ്ങൾ ഹജ്ജിന് വരുന്നുവെങ്കിൽ 35 ലക്ഷം ആളുകളും മദീനത്ത് പോയിട്ട് കാഫിറായി പോകുന്നുണ്ട്, ശിർക്കായി പോകുന്നുണ്ട്. 5 ലക്ഷം ആളുകൾ ഒരു പക്ഷേ മുസ്ലിമീങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പം വേണമെങ്കിൽ എന്റെ കാറിലുണ്ട്, CD എടുത്ത് ഞാൻ കേൾപ്പിച്ചരാ. യൂസുഫ് അലി സാഹിബിന്റെ അടുത്ത് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഓ അവിടുത്തെ കേരളത്തിൽ ഇങ്ങനെ
ഈ കാന്തപുരവും ശിഷ്യന്മാരും കൂടി എല്ലാരെയും കാഫറാക്കുന്നു വല്ലാത്ത പ്രസംഗമുണ്ട്. അപ്പൊ അയാൾ എന്നോട് രണ്ടു കാസറ്റ് കൊടുക്കാൻ പറയും. ഈ ഒറ്റ കാസറ്റ് കൊടുത്തയച്ചു ഞാൻ ശരി, നിങ്ങൾ കേൾക്കുമെന്ന് വെച്ച് കേൾക്കും തന്നെ കേൾക്ക്. നെഞ്ചത്ത് കൈവച്ച് ഇതൊരു പക്ഷേ യഹൂദി പറഞ്ഞതായിരിക്കാം എന്ന് അയാൾ പറഞ്ഞു. ഇത് യഹൂദി പറഞ്ഞതായിരിക്കാം. ഞാൻ പറഞ്ഞു അല്ല, സാക്ഷാൽ മൗലവി പറഞ്ഞതാണ്. ഞാൻ പേരിപ്പോ ഇവിടെ പറയുന്നില്ല. സാക്ഷാൽ മൗലവി പറഞ്ഞതാണ്. ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രാസംഗികൻ പറഞ്ഞതാണ് എന്ന്. മാന്യ മുഅ്മിനുകളെ, എന്തെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്യുന്നവര് 35 ലക്ഷം ഉണ്ട് എന്ന് സമ്മതിച്ചത് വലിയ ഭാഗ്യം അല്ലേ? 40 ലക്ഷം വരുന്നതിലും 35 ലക്ഷവും സിയാറത്ത് ചെയ്യുന്നവരാണ് എന്ന് സമ്മതിച്ചു കിട്ടിയല്ലോ. ഇനി കണക്കെടുത്ത് നോക്കിയാൽ അറിയാം 5 ലക്ഷം ഉണ്ടാവില്ല സിയാറത്ത് ചെയ്യാത്തവന്. എന്റെ ആളുകളെല്ലാം കൂടി 1000-2000 ആളുണ്ടാവും. ബാക്കിയുള്ള മുഴുവൻ മൂമിനും പോവും അവിടെ. ആ മൂമിനീങ്ങൾ സിയാറത്ത് ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരാള് വന്ന് ബൈത്ത് ചൊല്ലിയതാണ്. ഇന്നും മദീനത്ത് അതാ സിയാറത്തിന് നിൽക്കുമ്പോൾ വലഭാഗത്തും ഇടഭാഗത്തുമുള്ള രണ്ട് തൂണിന്റെ മുകളിൽ സ്വർണലിപികളെ കൊണ്ട് എഴുതപ്പെട്ടത് ഞാനിപ്പോൾ ചൊല്ലിയ ബൈത്ത്. അതിലെന്താണ് പറഞ്ഞത്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അൽമുഹു. ഭൂമിയുടെ ഉള്ളിൽ മറവ് ചെയ്യപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും ഖൈറായ നബിയേ, ഈ ഭൂമിയിൽ തങ്ങളെക്കാൾ ഖൈറായ മറ്റൊരാളെ മറവ് ചെയ്തിട്ടില്ല, ഇനി മറവ് ചെയ്യുകയുമില്ല. അങ്ങനെ ഏറ്റവും ഖൈറായ നബിയെ നഫ്സി ഫിദാഉൻ ലിഖബരിൻ അന്ത സാകിനുഹു, അവിടുന്ന് വിശ്രമിക്കുന്ന ആ ഖബറിലേക്ക് എന്റെ ശരീരം തെണ്ടം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് ശിർക്കാവുമെങ്കിലും മക്കത്തും മദീനത്തുള്ള എത്രയോ ആലിമീങ്ങള് അതവിടെ എഴുതി വെക്കുവോ? നമ്മൾ ചെയ്യുന്ന ചിലതൊക്കെ ശിർക്കാന്ന് പറയുന്നവരുണ്ട് അവിടെ. അവര് പോലും അംഗീകരിച്ചുകൊണ്ട് എഴുതി വെച്ചത് എന്താണ്? നഫ്സി, എന്റെ നഫ്സ്, എന്റെ ആത്മാവ്, എന്റെ ജഡം, ഫിദാഉൻ, തെണ്ടം ചെയ്യാൻ, സമർപ്പിക്കാൻ തയ്യാറാണ്. ലിഖബരിൻ അന്ത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എല്ലാ ഇഫത്തുകളും ജൂദുകളും കർമുകളും ഒരുമിച്ച് കൂടിയ ആ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ, ആ ഖബർ ഷരീഫിലേക്ക് ഞങ്ങളുടെ ശരീരം സമർപ്പിക്കാൻ, തെണ്ടം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു ഏറ്റവും വലിയ മുഹിബായ വ്യക്തിയുടെ ആ പദം എന്നിട്ട് വലവന്നഹും യളമു അൻഫുസഹും എന്ന ആയത്തും ഓതി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പൊറുക്കല്ല തേടണം നബിയേ, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ല തേടുന്നു, തങ്ങൾ എനിക്ക് പൊറുക്കല്ല തേടണം എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വപ്നത്തിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചരിത്രം ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഇത് സ്വപ്നത്തിലല്ല ഇവിടെ എഴുതപ്പെട്ടത്, യഖ്ളത്തിൽ തന്നെ ഇവിടെ കാണാവുന്നതാണ്. ലോകത്തുള്ള കോടാനകോടി ആലിമീങ്ങൾ കാണുന്നതാണ് മദീന മുനവ്വറയിൽ ഈ എഴുതപ്പെട്ടത്. അത് ശിർക്കാണെങ്കിൽ ആലിമീങ്ങൾ അതിന് വിരോധിക്കുകയില്ലേ? സൗദി ഗവൺമെന്റ് വിരോധിക്കുകയില്ലേ? ആർക്കും വിരോധിക്കാൻ സാധ്യമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു
أكبر الله أكبر ولله الحمد. النبي صلوا على صلوات الله على النبي صلوا على صلوات الله على وينال البركة كل من صلى على وينال البركة كل من صلى على النبي صلوا على صلوات الله على النبي صلوا على صلوات الله على وينال البركة كل من صلى على وينال البركة كل من صلى على النبي يا حاضرين اعلموا علم اليقين النبي يا حاضرين اعلموا علم اليقين الله رب العالمين ورضى صلى على الله رب العالمين ورضى صلى على النبي صلوا على صلوات الله على النبي صلوا على صلوات الله على وينال البركة كل من صلى على وينال البركة كل من صلى على कभी की बद्र तुझा कुतिकन दुरू दुरू कभी की बद्र तुझा कुतिकन दुरू दुरू तब की शमसुल दुहा कुतिकन दुरू दुरू कभी की बद्र तुझा कुतिकन दुरू दुरू तब की बद्र तुझा कुतिकन दुरू दुरू शफीई रुज़ी रज़ा कुतिकन दुरू दुरू النبي صلوا على صلوات الله على النبي صلوا على صلوات الله على وينال البركة كل من صلى على وينال البركة كل من صلى على الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك على سيدنا ومولانا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن